നഗരസഭയിൽ അവിശ്വാസ പ്രമേയം പാസാക്കുമെന്നും ക്രിയാത്മക ഭരണം വരുമെന്നും നഗരസഭാ പ്രതിപക്ഷ നേതാവ് ബിജു പാലുപ്പടവൻ കൗൺസിൽ യോഗത്തിൽ ചിലവ് ചുരുക്കത്തിന്റെ ഭാഗമായി ചായ പോലും ഒഴിവാക്കിയെന്നും ദിയ ബിനു ചെയർപേഴ്സൺ ആയിരിക്കുന്ന കാലത്തോളം നഗരസഭയിൽ നിന്ന് ഇനി ചായ കുടിക്കില്ലെന്നും നഗരസഭാ പ്രതിപക്ഷ നേതാവ്. പാലാ നഗരസഭയിലെ പ്രതിസന്ധി തുടരുകയാണ്. LDF പ്രതിപക്ഷ നേതാവായിട്ടുള്ള ബിജു പാലുപ്പടവൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇതിൽ UDFന്റെ ഭാഗത്ത് നിൽക്കുന്ന കോൺഗ്രസ് കൗൺസിലർമാർ തന്നെ നിങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസം പാസ്സാകുമെന്ന് പറയുകയാണ്. ചിലപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ ആ പശ്ചാത്തലം എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? അല്ല, അതന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അവിശ്വാസം ആദ്യം കൊണ്ടുവന്നതെന്ന് പറയുന്നത് ഞങ്ങൾ സാങ്കേതികമായിട്ട് ഞങ്ങൾ അവിശ്വാസം കൊടുക്കണമെങ്കിൽ 9 പേർ ഒപ്പ് വേണം. അത് സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് ഉള്ളൂ. പക്ഷെ അവർ 6 പേരല്ലാതെ തന്നെ പരസ്യം എന്ന് പറഞ്ഞാൽ അവരുടെ മണ്ഡലം കമ്മിറ്റി പാലായി വിളിച്ചു കൂട്ടി എല്ലാ കൗൺസിലർമാരും എല്ലാ വാർഡ് പ്രസിഡന്റുമാരും എല്ലാം കൂടി വിളിച്ചു കൂട്ടി ഈ ലോകത്തെ മുഴുവൻ അറിയിച്ചു അവിശ്വാസം ഉണ്ടെന്ന്. അത് തന്നെ അവിശ്വാസമല്ലേ? ബാക്കി ചെയർപേഴ്സൺ ഇവിടെ ഇരിക്കുന്ന പോലും ഒരു സാങ്കേതികത്വമാണ്. ശരിക്കും പറഞ്ഞാൽ ചെയർപേഴ്സൺ ഇരിക്കാൻ പോലും യോഗ്യത, പക്ഷേ സാങ്കേതികമായിട്ട് ചെയർപേഴ്സണകത്ത് ഇരിക്കാം. അങ്ങനെ ഈ കോൺഗ്രസിന്റെ കൗൺസിലർമാർ ഈ അവിശ്വാസത്തെ പിന്തുണയ്ക്കുകയാണെങ്കിൽ അപ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു വലിയ മാറ്റം ഉണ്ടാവും. അതിനെ നിങ്ങൾ പിന്നീട് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? നിങ്ങൾ ഭരണത്തിലേക്ക് വരില്ല എന്നും കൂടി പറയുകയാണ്. അല്ല, അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആദ്യം തന്നെ ഭരണത്തിൽ പല പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്. ഈ നഗരസഭാ ഭരണം തുടങ്ങിയപ്പോൾ തന്നെ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഈ കുടുംബ കൂട്ടായ്മ മുന്നണിയുമായിട്ട് ചേർന്ന് ഭരണം നടത്താമായിരുന്നു. സ്വാഭാവികമായിട്ട് ഞങ്ങളാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. പക്ഷേ ഞങ്ങൾ അന്ന് എടുത്തൊരു തീരുമാനം ഞങ്ങളുടെ മുൻ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ച് ഒരു സുദൃഢമായ ഭരണം മുന്നോട്ട് പോവുകയെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങൾ സ്വാഭാവികമായിട്ട് ഇവരെ കൂട്ടി പറത്തി പിടിക്കാൻ പ്രതിപക്ഷത്ത് ഇരിക്കാൻ തീരുമാനിച്ചു. ഇപ്പോഴും ഞങ്ങളെ സംബന്ധിച്ച് 12 പേരെ ഇതിനകത്തുള്ളൂ. അപ്പം ഞങ്ങൾ പറഞ്ഞു തന്നെ ഒരിക്കലും പാല അനാഥമാകില്ല. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ട് നല്ല യോജിച്ചൊരു ഭരണം ചിലപ്പോൾ വരാം. യോജിച്ച് ഭരണം എന്ന് പറഞ്ഞാൽ ആര് ഭരിച്ചാലും ഞങ്ങൾക്ക് അനുകൂലമായ ഒരു ഭരണം, നല്ല രീതിയിൽ ഒരു ക്രിയാത്മകമായ ഒരു ഭരണം നടക്കാമല്ലോ. പക്ഷേ ഞങ്ങൾ എന്താണ് ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ? അങ്ങനെ ഒരു ക്രിയാത്മക ഭരണത്തിന്റെ സംബന്ധിച്ചുള്ള രാഷ്ട്രീയത്തിൽ നമുക്കിപ്പോൾ നാളെ സംഭവിക്കുന്ന കാര്യം, ഇപ്പോൾ അവിശ്വാസം 24-ാം തീയതി അവിശ്വാസം എടുക്കുന്നു, അവിശ്വാസം പാസ്സാകണം. അതിനകത്ത് അത് കഴിഞ്ഞ് വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്നാന്ന് നമുക്കിപ്പം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരിക്കലും അത് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ 4 ദിവസം അടുപ്പിച്ചാണ് കൗൺസിൽ യോഗങ്ങൾ ചേരുന്നത്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വലിയ അതൃപ്തി അറിയിച്ചു. പക്ഷേ പ്രധാനപ്പെട്ട വിഷയം ഈ ഫയൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയുണ്ടാവുന്നില്ല എന്നുള്ള ഒരു ആരോപണം കൂടി ഉണ്ട് ഈ ഘട്ടത്തിൽ. ഉണ്ട്. അതന്നെ കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു കൗൺസിൽ കൂടുമ്പോൾ ചെയർപേഴ്സൺ ആരിരുന്നാലും ഇപ്പം ഞങ്ങളുടെ കൂടെ ഉള്ളവരെല്ലാം സീനിയർ ആൾക്കാരാണ്. മുൻ ചെയർപേഴ്സൺമാർ ഉൾപ്പെടെയുള്ള സീനിയർ ആൾക്കാരാണ്. സ്വാഭാവികമായിട്ട് ഒരു വിഷയത്തെ ഒരു കൗൺസിൽ വരുമ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി വരുന്നതല്ലോ. ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ചോദ്യം, ഫയൽ മോഷണം പോയോ, ഏത് ഫയലാണ് മോഷണം പോയോ ഞങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ ചെയർപേഴ്സൺ ആദ്യം ചോദിക്കുമ്പോൾ പറയും അജണ്ട കഴിഞ്ഞ് പറയാൻ പറയും. അജണ്ട കഴിയുമ്പോൾ ചെയർന്നേറ്റ് ഓടുക. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് നിയമപരമായിട്ട് ചട്ടവീഴ് പ്രകാരം ഞങ്ങൾ അജണ്ട വെച്ചു. ആ അജണ്ട വെച്ച് തന്നെ 10 മിനിറ്റ് കൊണ്ട് തീരേണ്ട കേസേ ഉള്ളൂ ഈ 6 അജണ്ടയും. പക്ഷേ അതിന് മനഃപൂർവ്വം 4 ദിവസം തുടർച്ചയായിട്ട് കൗൺസിൽ വെക്കും. അതിൻ്റെ അർത്ഥം വെച്ചാൽ ഈ മുനിസിപ്പൽ കൗൺസിലിന്, പാലാ മുനിസിപ്പൽ കൗൺസിൽ പ്രൗഢിയുണ്ട്. 1947 ഇത് മുനിസിപ്പാലിറ്റി ആയതാണ്. എത്രയോ മഹാകരഥന്മാരിരുന്ന കസാര ചെയ്ത്. പക്ഷേ അതിനുശേഷം ഈ പറഞ്ഞ രീതിയിൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ പിള്ളേരുകളിയാണ്. ശരിക്കും പറഞ്ഞാൽ പിള്ളേരുകളി കളിക്കുക. കാരണം ഈ 4 ദിവസം തുടർച്ചയായിട്ട് കൗൺസിൽ ഇതിനൊരു ഗൗരവം അന്തസ്സൊക്കെയില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഇന്ന് കത്ത് കൊടുത്ത് ഇത് അഡീഷണൽ ആയിട്ട് എടുക്കണമെന്ന്. അടുത്ത ദിവസം കൂടെ എടുക്കണം. അതിന് കാര്യം കഴിഞ്ഞ ദിവസം കാലങ്ങളൊക്കെ ചെയർപേഴ്സൺ ഏത് അഡീഷണൽ എടുത്താലും ഞങ്ങൾ എതിർത്തിട്ടില്ല. കാരണം ഒരാൾ എതിർത്ത് അഡീഷണൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ അത്രയും മാന്യമായിട്ട് ചെയ്യുമ്പോൾ ചെയർപേഴ്സൺ 4 ദിവസം എടുത്തിട്ടില്ല. അതുപോലെ തന്നെ ചെയർപേഴ്സൺ ചെയ്ത് തന്നെ ഞങ്ങൾ ഇന്നലെ പറഞ്ഞൊരു കാര്യം, ഈ പൈസ ഇല്ലെന്ന് പഴക്കാല പൂർവ്വ സജ്ജീകരണത്തൊക്കെ പൈസ ഇല്ലെന്നാണല്ലോ ഇപ്പം പറഞ്ഞത്. അങ്ങനെയാണ് 4 ദിവസം നടത്തി സിറ്റിംഗ് ഫീസ് 200 ആണെങ്കിലും അതുപോലെ കാപ്പിച്ചെലവാണെങ്കിലും ചെറിയ വലിയ തുകയെന്നെല്ലാം പറയുന്നത്. അപ്പോഴങ്ങനെയാണെങ്കിലും 4 ദിവസം കൊണ്ട് നല്ലൊരു ചിലവുണ്ട്. ആ ചിലവ് വെറുതെ അനാവശ്യമായ വാച്ചിയുടെ പേര് കളയണോ, അതുകൊണ്ട് അഡ്വാൻസ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ചെയർപേഴ്സണ് ഇന്ന് ആർക്കും ചായ കൊടുക്കുന്നില്ല. അതൊക്കെ ഞങ്ങളെന്നെ ചായ കുടിക്കാൻ കിടക്കുന്നുണ്ടോ. അപ്പോൾ അതൊക്കെ ഒരു എന്നാ പറയുക പക്വത. ഇനി ഇവിടുന്ന് ചായ കുടിക്കുന്നില്ലേ? അല്ല, തീർച്ചയായിട്ടും ഈ ചെയർപേഴ്സൺ കസേരയിൽ ഇരിക്കുന്നോളം കാലം, ഈ ചെയർപേഴ്സൺ കസേര ഇരിക്കുന്ന കാലം ഞാൻ ഇവിടുന്ന് ചായ കുടിക്കാമെന്ന് ശവം ചെയ്തതാണ്. ഞാൻ കുടിക്കാൻ ശവം ചെയ്തതാണ്. ഇതിൽ അവസാനമായിട്ടൊരു കാര്യം കൂടി നേരത്തെ പറഞ്ഞു ഒരു ക്രിയാത്മക ഭരണം ഉണ്ടാകും. ഇപ്പോൾ ഈ ഭരണസ്തംഭനം മാറി ഒരു ക്രിയാത്മക ഭരണം ഉണ്ടാകുമെന്ന്. അതിൻ്റെ ഓപ്ഷൻ പറഞ്ഞില്ലെങ്കിലും അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, സ്വാഭാവികമായിട്ടും ഇവിടെ അവിശ്വാസം പാസ്സാകും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം 100%. അത് ഞാൻ പറഞ്ഞില്ല, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ന് കേട്ട പോലെ അവരുടെ കൂടെയുള്ള കോൺഗ്രസ്സിലെ അല്ലെങ്കിൽ അവരൊറ്റക്കെട്ടായിട്ട് പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു അവിശ്വാസം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി നിങ്ങൾ ചിന്തിക്കുക, ഇനി ഇവർക്ക് ഈ ചെയർപേഴ്സൺ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റുമോ? മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ എന്താ ഒരു ധാർമ്മികത ഇരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ അവിശ്വാസം പാസ്സാകുന്നത്. ഏതാണെങ്കിലും എങ്ങനെയാണെന്നറിയില്ല, പക്ഷേ പാലായിൽ ഈ ഭരണം മാറിയാലും ഒരു ക്രിയാത്മക ഭരണം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ LDFനും ശക്തമായ അഭിപ്രായമുണ്ട്. ഏതാണെങ്കിലും പാലായിൽ ഭരണസ്തംഭനമാണെന്നുള്ള വിഷയം ശക്തമായി ഉന്നയിക്കുകയാണ് LDF. ക്യാമറമാൻ ശ്രീകുമാറിനോടൊപ്പം അജിത് ബാബു, ന്യൂസ് മലയാളം.